അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ദേവീ ഭാഗവതം അഥാ ചതുർത്ഥസ്കന്ധ ഏകാദശോऽധ്യായ. വ്യാസ ഉവാച തഥാഗതേഷു ദേവേഷു കാവ്യസ്താൻ പ്രത്യുവാചഃ ബ്രഹ്മണാ പൂർവമുക്തം യൽ ശൃണുധ്വം ദാനവോത്തമാ വിഷ്ണുർദൈത്യവധേ യുക്തോ ഹനിഷ്യതി ജനാർദ്ദന വാരാഹരൂപം സംസ്ഥായ ഹിരണ്യാക്ഷോ യഥാഹത യഥാ നൃസിംഹരൂപേണ ഹിരണ്യകശിപുർഹത തഥാ സർവാൻ കൃതോത്സാഹോ ഹനിഷ്യതി ന ചാന്യഥാ ന മേ മന്ത്രബലം സമ്യക് പ്രതിഭാതി യഥാ ഹരിം ജേതും യൂയം സമർത്ഥാസ്ഥ മയാ ത്രാതാസുരാനധ തസ്മാത് കാലം പ്രതീക്ഷധ്വം കിയന്തം ദാനവോത്തമ അഹമദ്യ മഹാദേവം മന്ത്രാർത്ഥം പ്രവ്രജാമി വൈ പ്രാപ്യ മന്ത്രാൻ മഹാദേവാദാഗമിഷ്യാമി സാമ്പ്രതം യുഷ്മഭ്യം താൻ പ്രദാസ്യാമി യഥാർത്ഥം ദാനവോത്തമ ദൈത്യാ ഊചു പരാജിതാ കഥം സ്ഥാതും പൃഥിവ്യാം മുനിസത്തമ ശക്താ ഭവാമോപ്യബലാസ്താവത്കാലം പ്രതീക്ഷിതും നിഹതാ ബലിനഃ സർവേ കേചിൽ ശിഷ്ടാശ്ച ദാനവാ നാദ്യ
യുക്താശ്ച സംഗ്രാമേ സ്ഥാതുമേവം സുഖാവഹാം. ശുക്ര ഉവാച യാവദഹം മന്ത്രവിദ്യാമാനയിഷ്യാമി ശങ്കരാൽ താവത് ഭവദ്ഭിः സ്ഥാതവ്യം തപോയുക്തൈഃ ശമാന്വിതൈഃ. സാമദാനാദയഃ പ്രോക്താ വിദ്വദ്ഭിः സമയോചിതാ. ദേശം കാലം ബലം വീരൈർ ജ്ഞാത്വാ ശക്തിബലം ബുധൈഃ. സേവാധസമയേ കാര്യാ ശത്രൂണാം ശുഭകാമ്യയാ. സ്വശക്ത്യുപചയേ കാലേ ഹന്തവ്യാസ്തേ മനീഷിഭിः. തദദ്യ വിനയം കൃത്വാ സാമപൂർവം ഛലേന വൈ തിഷ്ഠധ്വം സ്വനികേതേഷു മദാഗമനകാംക്ഷയാ. പ്രാപ്യ മന്ത്രാൻ മഹാദേവാദാഗമിഷ്യാമി ദാനവാം. യുദ്ധ്യാമഹേ പുനർദേവാൻ മന്ത്രമാസ്ഥായ വൈബലം. ഇത്യുക്ത്വാഥ ഭൃഗുസ്തേഭ്യോ ജഗാമ കൃതനിശ്ചയാ. മഹാദേവം മഹാരാജ മന്ത്രാർത്ഥം മുനിസത്തമാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവീ നമഃ. ശ്രീമഹാലക്ഷ്മീ നമഃ. ശ്രീമഹാഭദ്രകാളീ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം വഞ്ചിപ്പാട്ടായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ദേവജനം പോയ നേരം ശുക്രൻ ദൈത്യന്മാരോടോതി ബ്രഹ്മാവു പണ്ടു ചൊല്ലിയ കാര്യത്തെ കേൾക്കൂ. ദൈത്യവധത്തിനു നിയുക്തനായുള്ള വിഷ്ണുദേവൻ വരാഹമായി ഹിരണ്യനെ നിഗ്രഹിച്ചപ്പോൾ നരസിംഹമായി ഹിരണ്യകശിപുവിനെ കൊന്ന ഉത്സാഹിയാം അദ്ദേഹം സർവരെയും കൊല്ലും. മമ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടവരെ നിഗ്രഹിക്കാൻ കഴിയില്ല. മമ മന്ത്രം ശക്തമല്ലല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതിനാലെ കാത്തിരിക്കൂ, ശക്തിയുള്ള മന്ത്രം നേടാൻ അദ്രിജാപതിയെ ഞാനും തപം ചെയ്യട്ടെ. മഹാദേവവരത്തിനാൽ ശക്തി നേടി വരാം ഞാനും. മന്ത്രങ്ങളെ നിങ്ങൾക്കായി നൽകിയിടാം ഞാനും. ദൈത്യന്മാർ പറഞ്ഞു, പരാജിതരാകും ഞങ്ങൾ ഭൂമിയിലെങ്ങിനെ വാഴും. അത്രയും കാലവും ഞങ്ങൾ ശക്തരാകേണം. ശക്തരെല്ലാം കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളോർ അശക്തരും. സുഖിക്കുവാൻ പറ്റിയതല്ലല്ലോ യുദ്ധവും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദൈത്യന്മാർ പറഞ്ഞു,
ശുക്രൻ പറഞ്ഞു, ശിവനിൽ നിന്നും വരം ഞാൻ നേടിയെത്തിടുന്നവരെ ശമദമത്തോടെ തപോ നിരതരാവൂ. സാമദാനാദ്യുപായങ്ങൾ സമയം പോലവേ വേണം, ദേശകാലബലത്തിനെ നോക്കിയും വേണം. ശത്രുവിനെ പോലും സേവ ചെയ്തിടേണം, ശുഭേച്ഛുവായി ശക്തിയുണ്ടാകുന്ന നേരം സംഹരിക്കേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കളവായി വിനയം നടിച്ചു നിങ്ങൾ കഴിയണം, ഞാൻ മടങ്ങും വരെ നിങ്ങൾ കാത്തിരിക്കേണം. ശിവനിൽ നിന്നും വരത്തെ നേടിയെത്താം ഞാനും വേഗം, വരത്തിനാൽ സുരന്മാരെ വകവരുത്താം. ഏവമോദി ശുക്രൻ പോയി മഹാരാജൻ, ശുക്രാചാര്യൻ മഹാദേവ സന്നിധിയിലേക്കായി പോയല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവി ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 360 ദിവസമാണ് ഇന്ന്. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങൾ ആണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ശുക്രതപസ് എന്നാണ് ഈ അധ്യായത്തിന് പേര് നൽകിയിട്ടുള്ളത്. വേദവ്യാസൻ പറയുകയാണ്, തഥാഗതേഷു ദേവേഷു കാവ്യസ്ഥാൻ പ്രത്യുവാച. ദേവന്മാര് പോയപ്പോൾ ശുക്രാചാര്യര് അസുരന്മാരോട് പറഞ്ഞു, ഹേ ദൈത്യശ്രേഷ്ഠന്മാരെ, ഹേ ദാനവോത്തമ, ബ്രഹ്മണ പൂർവമുക്തം യൽ ശൃണുധ്വം, നിങ്ങൾ കേൾക്കൂ, ബ്രഹ്മാവ് പണ്ട് പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കൂ എന്നാണ്. ഇവിടെ ദേവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ അസുരന്മാര് തോറ്റോടി, അവര് ശരണം പ്രാപിച്ചു ശുക്രാചാര്യരെ. ആ സമയത്ത് ശുക്രാചാര്യ പറയുന്ന കാര്യങ്ങളാണ് വേദവ്യാസം പറഞ്ഞത്.
വിഷ്ണുർ ദൈത്യവധേ യുക്തോ ഹനിഷ്യതി ജനാർദ്ദന. ദൈത്യവധത്തിന് നിയുക്തനായിരിക്കുന്ന വിഷ്ണു ദൈത്യന്മാരെ കൊല്ലും, യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നു. അപ്പോ ഈ ജനാർദ്ദനൻ വാരാഹരൂപം സംസ്ഥായ ഹിരണ്യാക്ഷോ യഥാഹത. ജനാർദ്ദനൻ, ആ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് സൂകരമൂർത്തിയായിട്ട് വരാഹം രൂപം സ്വീകരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച പോലെ, അതല്ലെങ്കിൽ യഥാ നൃസിംഹരൂപേണ ഹിരണ്യകശിപുർഹത, നരസിംഹരൂപം ധരിച്ച് ആ ഹിരണ്യകശിപുവിനെ വധിച്ച പോലെ, തഥാ സർവാൻ കൃതോത്സാഹോ ഹനിഷ്യതി ന ചാന്യഥ. ഉത്സാഹിയായ അദ്ദേഹം എല്ലാവരെയും ഹനിക്കും, അല്ലാതെ വരില്ല. ന ചാന്യഥ, മറ്റൊന്നും സംഭവിക്കില്ല, അത് തന്നെയാണ് സംഭവിക്കുക. നമേ മന്ത്രബലം സമ്യക് പ്രതിഭാതിയത ഹരിം. എൻ്റെ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഹരിയെയും അതേപോലെ തന്നെ ആ ദേവന്മാരെയും ജയിക്കാൻ ഞാൻ രക്ഷിച്ച നിങ്ങൾക്ക് കഴിയില്ല. എൻ്റെ മന്ത്രത്തിന് അത്രയൊന്നും ശക്തിയില്ല. ജേതും യൂയം സമർത്ഥാസ്ഥ മയാത്രാത സുരാനഥ. പിന്നെയോ തസ്മാൽ കാലം പ്രതീക്ഷത്വം. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? കാലം പ്രതീക്ഷിച്ചിരിക്കുക. കിയന്തം ദാനവോത്തമ, നിങ്ങൾ കുറെ കാലം കാത്തിരിക്കേണ്ടി വരും. അഹമദ്യ മഹാദേവം മന്ത്രാർത്ഥം പ്രവ്രജാമി വൈ. ഞാനിപ്പോ ശക്തിയുള്ള ഒരു മന്ത്രം ലഭിക്കാൻ വേണ്ടി മഹാദേവനെ ആശ്രയിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കൂ. പ്രാപ്യമന്ത്രാൻ മഹാദേവാദാഗമിഷ്യാമി സാമ്പ്രതം. മഹാദേവനിൽ നിന്ന് വരങ്ങൾ നേടിയിട്ട് ഞാൻ തിരിച്ചു വരും. യുഷ്മഭ്യം താൻ പ്രദാസ്യാമി യഥാർത്ഥം ദാനവോത്തമ. ഹേ ദാനവ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരെ, അസുരശ്രേഷ്ഠരെ, ഞാൻ തിരിച്ചു വന്ന് ആ മന്ത്രങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈത്യന്മാര്, ദിതിപുത്രന്മാര്, അസുരന്മാരെന്ത് പറഞ്ഞു? പരാജിതാ കഥം സ്ഥാതും പൃഥിവ്യാം മുനിസത്തമ. പരാജിതരായിപ്പോയി ഞങ്ങൾ, ഇല്ലേ? ഞങ്ങളെങ്ങനെയാണ് ഭൂമിയിൽ കഴിയുക? അത്രയും കാലം കാത്തിരിക്കാൻ ബലമില്ലാത്ത ഞങ്ങള് ശക്തരായിട്ട് തീരണം. അതിനുള്ള അനുഗ്രഹമെങ്കിലും വേണം, ഇല്ലേ? ശക്താ ഭവാമോപ്യബലാസ്താവൽക്കാലം പ്രതീക്ഷിതും നിഹത ബലിന സർവേ കേജിൽ ശിഷ്ടാശ്ച ദാനവ നാദ്യ യുക്താശ്ച സംഗ്രാമേ സ്ഥാതുമേവം സുഖാവഹ. ശക്തരായിട്ടുള്ള ബലമുള്ള ആളുകൾ, ബലിന സർവേ, സകല ശക്തരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവശേഷിച്ച ആളുകളോ സർവേ കേജിൽ ശിഷ്ടാശ്ച ദാനവ നാദ്യയുക്താശ്ച സംഗ്രാമേ. അവരെ ഒരിക്കലും ആ സംഗ്രാമത്തിന്, യുദ്ധത്തിന് ചേർന്ന ആളുകളല്ല, അതിന് യോജിച്ച ആളുകളല്ല. ഇപ്പോ സുഖിച്ചിരിക്കാൻ പറ്റിയതല്ലോ യുദ്ധം എന്നുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശുക്രൻ പറഞ്ഞു, യാവദഹം മന്ത്രവിദ്യാം ആനയിഷ്യാമി ശങ്കരാൽ താവത് ഭവദ്ഭി സ്ഥാതവ്യം തപോയുക്തൈ ശമാന്യുതൈ. ശമത്തോടുകൂടിയ ഞാൻ ശങ്കരനിൽ നിന്ന് ആ മന്ത്രവിദ്യ സ്വീകരിച്ചു വരുന്നതുവരെ നിങ്ങൾ എന്തു വേണം? ശമദമാദികൾ സ്വീകരിച്ചും കൊണ്ട്, തപസ് ചെയ്തുകൊണ്ട് തപോനിരതരായി ഇരിക്കുകയാണ് വേണ്ടത്. സാമ ദാനാദയ പ്രോക്ത വിദ്വദ്ഭി സമയോചിത. അല്ലേ? സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇങ്ങനെയുള്ള ചതുരുപായങ്ങളുണ്ട്. സാമദാനാദ്യുപായങ്ങൾ സമയോചിതാഹ, സമയമനുസരിച്ച് പ്രയോഗിക്കണം. അതാണ് വിദ്വാന്മാർ പറഞ്ഞേക്കുന്നത്. എപ്പോഴും ഒരേ രീതിയല്ല, കാലത്തിനും ഒക്കെ അനുസരിച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കണം. ദേശം കാലം ബലം വീരേർ ജ്ഞാത്വാ ശക്തി ബലം ബുധൈ. അറിവുള്ള വീരന്മാര് ഓരോന്ന് ചെയ്യുന്നത്, അവിടെ സാമം വേണോ, ദാനം വേണോ, ഭേദം വേണോ, ദണ്ഡം വേണോ, ഇത് ദേശകാല ബല സൈന്യബലങ്ങൾക്കൊക്കെ അനുസരിച്ചാണ്, അത് നോക്കിയിട്ടാണ്. സേവാധ സമയേ കാര്യ ശത്രുണാം ശുഭകാമ്യയാ. ശുഭം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സമയം കണ്ട് ചിലപ്പോ ശത്രുവിനെ സേവിക്കേണ്ടി വരും. സ്വശക്തിയുപചയേ കാലേ ഹന്തവ്യാസ്തേ മനീഷിഭി. അങ്ങനെ ശത്രുവിനെ സേവിക്കുന്നതിലും തെറ്റില്ല എന്നാണ്. സ്വന്തം ശക്തി
വർദ്ധിക്കുന്ന സമയത്താണ് ബുദ്ധിയുള്ളവർ അവരെ ഇല്ലാതെയാക്കാൻ സംഹരിക്കുക. നമുക്ക് ശക്തിയില്ലെങ്കിൽ ശത്രുവിനെ സേവിച്ചും കൊണ്ട് പരിചരിച്ചും കൊണ്ട് കഴിയുന്നതിലും തെറ്റില്ല. ശുക്രാചാര്യ പറഞ്ഞു കൊടുക്കുന്നു, തദദ്യ വിനയം കൃത്വാ സാമപൂർവം ഛലേന വൈ തിഷ്ഠധ്വം സ്വനികേതേഷു മദാഗമനകാംക്ഷയാ. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങളിപ്പോ ഛലം പ്രഖ്യാപിച്ചുകൊണ്ട്, ഛലം കാണിച്ചുകൊണ്ട്, കളവ് ആയിട്ട് വിനയം നടിക്കുക. അവിനീതാവിനീതവൽ എന്ന് പറയുന്നത് പോലെ വിനയം നടിച്ച് സൗമ്യരായി നിങ്ങളിപ്പോൾ ബഹളത്തിനൊന്നും പോകരുത്, നിങ്ങൾക്ക് ശക്തിയില്ല. എൻ്റെ വരവും കാത്ത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കഴിയുകയാണ് ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ശക്തി നമുക്കില്ല. പ്രാപ്യമന്ത്രാൻ മഹാദേവാദാഗമിഷ്യാമി ദാനവാം. ആ മഹാദേവനിൽ നിന്ന് മന്ത്രസിദ്ധി നേടിയതിനു ശേഷം ഞാൻ വരും. യുദ്ധ്യാമഹേ പുനർദേവാൻ മന്ത്രമാസ്ഥായ വൈബലം. അപ്പം അത് കഴിഞ്ഞിട്ടോ ഞാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മന്ത്രബലം വെച്ചുകൊണ്ട് തന്നെ ദേവന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കും. ഇത്യുക്ത്വാധ ഭൃഗുസ്തേഭ്യോ ജഗാമ കൃതനിശ്ചയ മഹാദേവം മഹാരാജ മന്ത്രാർത്ഥം മുനിസത്തമ. ഇങ്ങനെ അവരോട് പറഞ്ഞു. ശുക്രാചാര്യര് ഉറച്ച മനസ്സോടുകൂടി, നിശ്ചയ ദാർഢ്യത്തോടുകൂടി മഹാദേവനെ ഭജിക്കാനായിട്ട് പുറപ്പെട്ടു. മഹാരാജാവെ പറയുകയാണ്, ആ മുനിശ്രേഷ്ഠനായിരിക്കുന്ന മുനിസത്തവനായിരിക്കുന്ന ശുക്രാചാര്യർ മന്ത്രം നേടാൻ വേണ്ടി മഹാദേവ സന്നിധിയിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്ന 14-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. 15-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. 27 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ അമ്മയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ശ്രീ മഹാകാളീ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.